2022 ഒരു വാർത്ത കേട്ടു. ഇന്ത്യ അബദ്ധത്തിൽ ഒരു ബ്രഹ്മോസ് ഫയർ ചെയ്തു എന്ന്. ഓർക്കണ്ടോ? ഉണ്ട്. അബദ്ധത്തിൽ ഇന്ത്യ ഒരു ബ്രഹ്മോസ് ഫയർ ചെയ്തു. അതായത് ഒരു മിസൈൽ ഫയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരാളുടെ കൈ തട്ടി പോകുന്ന ഒരു സംഗതിയല്ല. പക്ഷെ ഇന്ത്യ അബദ്ധത്തിൽ ഒരു ബ്രഹ്മോസ് ഫയർ ചെയ്തു. ആ ബ്രഹ്മോസ് മിസൈൽ 3 മിനിറ്റും 44 സെക്കൻഡും പാകിസ്ഥാൻ എയർ സ്പീഡിലുണ്ടായിരുന്നു. അന്ന് പാകിസ്ഥാൻ, അതായത് ഇത് 2022 നടക്കുന്നത്, 2021 പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു. FD-2000 എന്ന് മറ്റാണ് അതിന്റെ പേര്. വലിയ പ്രാധാന്യമൊന്നും ആരും കൊടുക്കാതിരുന്ന ഒരു വാർത്തയാണ്. 3 മിനിറ്റ് 44 സെക്കൻഡ് ഒരു ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാൻ എയർഫീൽഡിന്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ സാധനം പിടിച്ചിട്ടില്ല? എയർ ഡിഫൻസ് സിസ്റ്റം എന്തുകൊണ്ട് പിടിച്ചിട്ടില്ല? വെരി ബേസിക്കലി നമ്മൾ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ചൈനയിൽ നിന്ന് വാങ്ങിയ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്ന് ടെസ്റ്റ് ചെയ്താ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അബദ്ധത്തിൽ കൈതട്ടി പോയതാ. അത്രേ ഉള്ളൂ. വി ആർ പ്രിപ്പയർഡ്. നമ്മൾ ആ പ്രിപ്പറേഷൻ 10 പണ്ടേ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റഫേൽ വാങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ ആത്മനിർഭർ ഭാരത് എന്നതിന്റെ പേരിൽ നമ്മൾ ആയുധങ്ങൾ സ്വയം ഉണ്ടാക്കാൻ തുടങ്ങിയത്. കാരണം ഈ യുദ്ധങ്ങളാണ് ഒരു രാജ്യത്തിന്റെ ഫോൾട്ട് ലൈനിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒരു രാജ്യത്തിന്റെ വീക്ക്നെസ് എവിടെയാണ്, അത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം യുദ്ധമാണ്. നമ്മൾ ഈ യുദ്ധത്തിനൊക്കെ നേരത്തെ പ്രിപ്പയർഡ് ആണ്. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ പോയി വിമാനം വാങ്ങാതെ നമ്മൾ ഫ്രാൻസിലും മറ്റ് ഇപ്പോൾ F-16 ഒക്കെ നോക്കുന്നതിന്റെ ഒരു കാരണവും കൂടി ഇതാണ്. ഒരു രാജ്യത്തിന്റെ ഫോൾട്ട് ലൈൻ നമ്മൾ സ്വന്തമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.